അപ്പോൾ ഫസ്റ്റ് 8th സ്റ്റാൻഡേർഡിലെ ഫിസിക്സ്. ഒരു ഫോഴ്സ് എന്ന് വെച്ചാൽ പുഷ് ഓർ പുൾ ഓൺ ആൻ ഓബ്ജക്റ്റ്. അപ്പോൾ ആ ഒബ്ജക്റ്റിന് ഷേപ്പോ ഡയറക്ഷനോ സ്പീഡോ ചേഞ്ച് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. ഫോഴ്സ് രണ്ട് തരമുണ്ട്. കോണ്ടാക്ട് ഫോഴ്സും ഉണ്ട്, നോൺ കോണ്ടാക്ട് ഫോഴ്സും ഉണ്ട്. കോണ്ടാക്ട് ഫോഴ്സ് എന്ന് വെച്ചാൽ മസ്കുലാർ ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും ഉണ്ട്. ഇതൊരു ഓബ്ജക്റ്റിൽ കോണ്ടാക്റ്റ് വരുന്ന ഫോഴ്സുകളാണിത്. നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. പിന്നെ പ്രഷർ എന്ന് വെച്ചാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ് പ്രഷർ. ഇനി ഫ്രിക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടൊരു മോഷൻ നടത്തുവാണ്, ആ ഒരു മോഷനെ ഒപ്പോസ് ചെയ്തൊരു ഫോഴ്സ് വരുമ്പോഴാണ് അതിനെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഒരു റഫ് സർഫസോ അല്ലെങ്കിൽ ഹെവി ഓബ്ജക്റ്റോ ആണെങ്കിൽ കൂടുതൽ ഫ്രിക്ഷൻ അവിടെ ഉണ്ടാവും. ഫ്രിക്ഷൻ തന്നെ പലതരം ഫ്രിക്ഷനുണ്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷനുണ്ട്, അതായത് വെറുതെ നിൽക്കുന്ന ഒരു ഓബ്ജക്റ്റിനകത്തുള്ള ഒരു ഫ്രിക്ഷൻ. സ്ലൈഡിങ് ഫ്രിക്ഷൻ ഉണ്ട്, ഒരു ഓബ്ജക്റ്റ് സ്ലൈഡ് ചെയ്യുവാണ് അപ്പോൾ ഒപ്പോസ് ചെയ്ത് വരുന്ന ഫ്രിക്ഷനാണ് സ്ലൈഡിങ് ഫ്രിക്ഷൻ. ഒരു ഓബ്ജക്റ്റ് റോൾ ചെയ്യുവാണ് അതിനെ ഒപ്പോസ് ചെയ്ത് വരുന്ന ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫ്ലൂയിഡിനകത്ത് നമുക്ക് ഉണ്ടാകുന്ന ഫ്രിക്ഷനെയാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. എയർ റെസിസ്റ്റൻസ് ഒക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. ഒരു വൈബ്രേറ്റിംഗ് ഓബ്ജക്ട്സ് ഉണ്ടാക്കുന്നതിനെയാണ് സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വൈബ്രേറ്റിംഗ് ഓബ്ജക്ട്സ്. നമ്മൾ ഒരു സൗണ്ട് ലൗഡാന്ന് പറയുന്നത് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോഴാണ്. പിന്നെ ഈ സൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് അടുത്ത ചാപ്റ്റർ നമ്മൾ പഠിക്കും. സൗണ്ട് എന്ന് പറയുന്ന ഒരു വേവ് ഫോം പോലാണ് സൗണ്ട് ഇരിക്കുന്നത്. ഈ രണ്ട് വേവിൻ്റെ ഇതിനെയാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ രണ്ട് വേവിൻ്റെ ഇടയ്ക്കുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഒരു പിച്ച് ഉണ്ടെന്ന് വെച്ചാൽ ഫ്രീക്വൻസിയാണ്. ഹൈ പിച്ച് എന്ന് പറയുമ്പോൾ ഹൈ ഫ്രീക്വൻസി ആയിരിക്കും, ലോ പിച്ച് എന്ന് പറയുമ്പോൾ ലോ ഫ്രീക്വൻസി ആയിരിക്കും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ സൗണ്ടിന് എപ്പോഴും ഒരു മീഡിയം വേണം ട്രാവൽ ചെയ്യാനായിട്ട്. സൗണ്ട് എപ്പോഴും സോളിഡിൽ കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ലിക്വിഡിൽ കുറവായിരിക്കും, അതിലും കുറവായിരിക്കും ഗ്യാസിൽ. അപ്പോൾ ഔട്ടർ സ്പേസിൽ സൗണ്ട് പറ്റത്തില്ല, കാരണം അതിന് ഈ സൗണ്ടിന് എപ്പോഴും സൗണ്ടിന് എപ്പോഴും ഒരു മീഡിയം വേണം ട്രാവൽ ചെയ്യാൻ വേണ്ടി. ഒരു സർഫസിൽ സൗണ്ട് ഒരെണ്ണം ഇങ്ങനെ വന്നു റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോൾ ആ റിഫ്ലക്റ്റ് ചെയ്ത സൗണ്ടിനെയാണ് നമ്മൾ എക്കോ എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിളാണ് സൊണാർ, അതായത് നമ്മുടെ അണ്ടർ വാട്ടർ ഷിപ്പിൽ കൂടെ നമ്മളിങ്ങനെ നാവിഗേറ്റ് ചെയ്ത് ഡെപ്ത് നമ്മൾ അറിയത്തില്ല. അതെങ്ങനെ അറിയുന്നതെന്ന് വെച്ചാൽ ഒരു റേ അങ്ങോട്ട് വിടും. അത് കഴിഞ്ഞിട്ട് അത് തിരിച്ച് വരാനുള്ള എത്ര നേരം എടുക്കും ആ സൗണ്ട് തിരിച്ച് വരാനെന്ന് നോക്കിയിട്ടാണ് ആ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്. ഇത് രണ്ടും നമുക്കറിയാമല്ലോ. കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ ഹീറ്റും ഇലക്ട്രിസിറ്റിയും പാസ് ചെയ്യും. ഇൻസുലേറ്റർ എന്ന് വെച്ചാൽ ഹീറ്റും ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യത്തില്ല. അടുത്തത് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡിനകത്തോട്ട് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചിനെയാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗ്, അതായത് രണ്ട് മെറ്റൽ ഇങ്ങനെ വെക്കും. ഇതൊരു പ്യുവർ ഫോം ആയിരിക്കും. നമുക്ക് ഇതിനകത്തായിരിക്കും നമുക്ക് ഈ മെറ്റൽ കോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്തോട്ട് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ വന്ന് ഇവിടെ ഇങ്ങനെ പറ്റിപ്പിടിക്കും. ഇതിനെ ഇലക്ട്രോളിസിസ് ഉപയോഗിക്കും. ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലെങ്കിൽ മെറ്റൽ പ്യൂരിഫിക്കേഷനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ക്ലൗഡിനകത്ത് ചാർജ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ റബ്ബ് ചെയ്യുമ്പോഴും നമുക്ക് ചാർജ് ക്രിയേറ്റ് ചെയ്യും. ഇത് റബ്ബ് ചെയ്യുമ്പോൾ ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും കേട്ടോ. ഈ എർത്ത് ക്വേക്ക് മെഷർ ചെയ്യുന്നത് റിച്ചർ സ്കെയിലാണ്. സീസ്മോഗ്രാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി നമ്മളൊരു മിററിനകത്ത് നമ്മളൊരു ലൈൻ വന്നു നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് ഇതിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഈ ലൈനിന് നോർമൽ എന്ന് പറയും. ഇനി ഒരു മിററിനകത്ത് നമ്മൾ പറഞ്ഞില്ലേ വെർച്വൽ ഇമേജ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഒരു മിറർ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജിനെ എപ്പോഴും നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷൻ എന്ന് പറയും. അതായത് നമ്മൾ റൈറ്റ് ഹാൻഡ് പൊക്കുമ്പം മിററിനകത്ത് ലെഫ്റ്റ് ഹാൻഡല്ലേ പൊക്കുന്നത്, അപ്പോൾ അതിനെ ലെഫ്റ്റ് റൈറ്റ് ഇൻവേർഷൻ എന്നാണ് പറയുന്നത്. പിന്നെ മിറർ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജ് എന്തായിരിക്കും? വെർച്വൽ ഇമേജ് ആയിരിക്കും. അതായത് ഒരു സ്ക്രീനിൽ നമുക്ക് കിട്ടത്തില്ല. നമ്മളൊരു മിററിൻ്റെ ഇമേജ് കാണുവാണ്, അപ്പം നമ്മുടെ ബാക്കിൽ ഒരു സ്ക്രീൻ വെച്ചാൽ ആ ഇമേജ് ആ സ്ക്രീനിൽ വരത്തില്ലല്ലോ. അങ്ങനെ വരുന്ന ഇമേജുകളുണ്ട്. അത് പിന്നീടുള്ള നമ്മൾ പഠിക്കും അതെന്തുവാ സംഭവങ്ങളെന്നൊക്കെ. അത് പിന്നീട് നമ്മൾ പഠിക്കും. ഇപ്പം തൽക്കാലം ഇത് ഇത്രയും പഠിച്ചാൽ മതി. ഓക്കെ. ഇനി ഒരു പ്രിസത്തിനകത്തോട്ട് ലൈറ്റ് കടത്തി വിടുമ്പം അത് പല കളേഴ്സായിട്ട് സ്പ്ലിറ്റ് ആവും. അതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. വിബ്ജിയോർ ഉണ്ടാകുന്നത് അങ്ങനെ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. റെറ്റിനയ്ക്കകത്ത് നമ്മുടെ കണ്ണിനകത്ത് റെറ്റിനയ്ക്കകത്താണ് ഇമേജ് ഫോം ചെയ്യുന്നത്. കാരണം നമ്മുടെ കണ്ണിനകത്തുള്ളത് ഒരു ലെൻസാണ്. അതിനകത്തൂടെ അത് പിന്നീട് നമ്മൾ പഠിക്കും അതെങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്നൊക്കെ കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻവേർട്ടഡ് ആയിട്ടാണ് നമ്മുടെ റെറ്റിനയിൽ. എല്ലാ ഇമേജുകളും നമ്മുടെ റെറ്റിനയുടെ, അതായത് ഇപ്പോൾ ഇതാണ് കണ്ണിനകത്ത് ഇതാണ് ഒരു കണ്ണ്. ഇപ്പോൾ ഈ ബാക്ക് സൈഡിൽ ഇൻവേർട്ടഡ് ആയിട്ടാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇത് നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്തിട്ടാണ് ഇമേജ് നേരെ ആക്കിയിട്ടാണ് നമ്മളത് കാണുന്നത്.
ഇനി അടുത്ത നമുക്ക് കുറച്ച് കെമിസ്ട്രി പഠിക്കാം. ഇത് 8th കെമിസ്ട്രി. അതിനകത്ത് സിന്തറ്റിക് ഫൈബർ എന്ന് പറയുന്നത് മാഡ് മെയ്ഡ് ഫൈബേഴ്സ്, കെമിക്കൽസ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഫൈബറിനെയാണ് സിന്തറ്റിക് ഫൈബർ എന്ന് പറയുന്നത്. ഇപ്പം നൈലോണ്, നിലോണ്, പോളിസ്റ്റർ അതെല്ലാം സിന്തറ്റിക് ഫൈബേഴ്സാണ്. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് പോളിമേഴ്സാണ്. 2 തരം പ്ലാസ്റ്റിക്കുകളുണ്ട്. തെർമോ പ്ലാസ്റ്റിക്സും ഉണ്ട്, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും ഉണ്ട്. തെർമോ പ്ലാസ്റ്റിക്സ് എന്ന് പറയുന്നത് ഹീറ്റ് ചെയ്യുമ്പോൾ അത് സോഫ്റ്റ് ആവുകയും തെർമോസെറ്റിംഗ് എന്ന് പറയുന്നത് ഹാർഡാണ്, അത് സോഫ്റ്റ് ആകത്തില്ല ഹീറ്റ് ചെയ്യുമ്പോൾ. ഇനി 2 തരം മെറ്റീരിയൽസ് ഉണ്ട്, മെറ്റൽസും ഉണ്ട്, നോൺ മെറ്റൽസും ഉണ്ട്. മെറ്റൽസ് എപ്പോഴും കണ്ടക്ടേഴ്സാണ്, ഡക്റ്റൈലാണ്, മെലിയബിൾ. മെലിയബിൾ എന്ന് പറയുന്നത് ഈ തിൻ ഷീറ്റ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ തിൻ വയേഴ്സ് ആക്കുകയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, അതിനെയാണ് അങ്ങനെ പറയുന്നത്. നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് പുവറാണ്, ഡള്ളാണ്, ബ്രിട്ടിലാണ്. പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി കേട്ടോ. പിന്നെ മെറ്റൽസ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പം മെറ്റൽ ഓക്സൈഡ് ഉണ്ടാവും. നോൺ മെറ്റൽസ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പം നോൺ മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ടാവും. അതുപോലെ മെറ്റൽസ് വാട്ടറായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഹൈഡ്രോക്സൈഡും വാട്ടറും ഹൈഡ്രജനുമാണ് ഉണ്ടാകുന്നത്. ഇനി മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം സോൾട്ടും ഹൈഡ്രജനുമാണ് ഉണ്ടാകുന്നത്. നോൺ മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. മെറ്റൽസ് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം സോൾട്ടും ഹൈഡ്രജനുമാണ് ഉണ്ടാകുന്നത്. ഈ മെറ്റൽസ് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നോക്കിക്കോ സോൾട്ടും ഹൈഡ്രജൻ. അതുപോലെ തന്നെ മെറ്റൽസ് ബേസായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ടും ഹൈഡ്രജനും. ഇനി കോൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അതായത് വർഷങ്ങൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പ് ഉണ്ടായിരുന്ന ഡെഡ് പ്ലാന്റ്സ് ആൻഡ് എലമെൻറ്റ്സ് ഫോം ചെയ്യുന്നതാണ് കോള്. പെട്രോളിയം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ മറൈനായിട്ടുള്ള അതുപോലെ മില്യൺസ് ഓഫ് ഇയേഴ്സ് മുമ്പുള്ള പ്ലാന്റ്സും ആനിമൽസും പ്രഷർ കാരണം ഇങ്ങനെ ഉണ്ടാവുന്നതാണ് പെട്രോളിയം. ഈ പെട്രോളിയം നമ്മൾ ഡിസ്റ്റിൽ ചെയ്തെടുക്കുന്നത് ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് സ്റ്റോർഡ് അണ്ടർ ഹൈ പ്രഷർ, അതിനെ CNG എന്ന് പറയും, കമ്പസ്റ്റ് നാച്ചുറൽ ഗ്യാസ് എന്നാണ് പറയുന്നത്. ഒരു സബ്സ്റ്റൻസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം ഹീറ്റും ലൈറ്റും ഉണ്ടാവും. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള കമ്പഷൻ ഉണ്ട്: റാപ്പിഡ് കമ്പഷൻ, സ്പോണ്ടേനിയസ് കമ്പഷനും എക്സ്പ്ലോഷനും. അതായത് ഒരു സബ്സ്റ്റൻസിനെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹീറ്റും ലൈറ്റും ഉണ്ടാവും. റാപ്പിഡ് എന്ന് പറയുന്നത് പെട്ടെന്നുള്ള കമ്പഷൻ, ഇമ്മീഡിയറ്റ് ആയിരിക്കും. അതായത് സ്പോണ്ടേനിയസ് കമ്പഷൻ എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കമ്പഷനെയാണ് സ്പോണ്ടേനിയസ്. അതായത് ഫോസ്ഫറസ് ഒക്കെ പെട്ടെന്ന് കത്തും, ഒന്നും നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊന്നും കൊടുക്കാതെ തന്നെ. എക്സ്പ്ലോഷൻ എന്ന് വെച്ചാൽ പെട്ടെന്നുള്ളത് വിത്ത് സൗണ്ട്, അതിനെയാണ് ഇപ്പം ഫയർ ക്രാക്കേഴ്സ്, അതെല്ലാം എക്സ്പ്ലോഷനാണ്. ഫ്ലെയിംസ് 2 തരം ഫ്ലെയിംസ് ഉണ്ട്. ലൂമിനസ് ഫ്ലെയിംസും ഉണ്ട്, നോൺ ലൂമിനസ് ഫ്ലെയിംസും ഉണ്ട്. നോൺ ലൂമിനസ് ഫ്ലെയിംസ് ആണ് യെല്ലോ ഫ്ലെയിം, അല്ലെങ്കിൽ സ്മോക്ക് വരുന്ന, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻകംപ്ലീറ്റ് ഇവിടെ അപ്പോൾ കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. നോൺ ലൂമിനസ് എന്ന് പറയുമ്പോൾ ബ്ലൂ കളർ ആയിരിക്കും, കുറച്ചുകൂടി ഹോട്ട്. ഈ ടൈപ്പ് ഫ്ലെയിംസ് ആയിരിക്കും, കംപ്ലീറ്റ് കമ്പഷൻ ആയിരിക്കും. ഈ കമ്പഷനൊക്കെ നടക്കുമ്പം നമ്മുടെ അറ്റ്മോസ്ഫിയറിലോട്ട് സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും റിലീസാകും. ഇത് രണ്ടും വെള്ളത്തിൽ ചേർന്നിട്ടാണ് നമ്മുടെ ആസിഡ് റെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയുമാണ് 8th സ്റ്റാൻഡേർഡ്. ഓക്കെ.